കൂട്ടുകാരെ ചെയ്തിട്ടുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ചട്ടിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിടുക, മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇത് ഒരു വെള്ളരിക്കയുടെ പകുതി തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തതാണ്. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ പാകത്തിന് ഉടച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2 മുരിങ്ങാക്കോല് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ ഇട്ട മുരിങ്ങാക്കോല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്നുകൂടി ഉടച്ചെടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറേ കൂടുതൽ ഉള്ളിയും ഒരു 4 വറ്റൽമുളകും ചതച്ചത് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയും മുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ കറി വയ്ക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മുളക് പൊടി മൂത്ത് കിട്ടും. അപ്പോൾ അതേ പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ആ നേരത്തെ ഉടച്ച് വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് മുരിങ്ങക്കായ കുത്തിക്കാച്ചിയത്. സൂപ്പർ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെത്തിനും വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കറികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.